ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവത്തിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഉൾപ്പെടെ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കൂടുതൽ രേഖകൾ പിടിച്ചെടുത്ത് ഹാജരാക്കാൻ കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആവശ്യമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. ശബരിമലയിലെ ദ്വാരപാലക സ്വർണ്ണപ്പാളി ഇളക്കിയ സംഭവം അന്വേഷണം ആവശ്യമായ വിഷയമെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയത്. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹാജരാക്കുന്ന രേഖകൾ ഇന്ന് കോടതി പരിശോധിക്കും. 1999 സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ട്. ഇതിനർത്ഥം ദ്വാരപാലക ശില്പങ്ങളിൽ 99 തന്നെ സ്വർണം പൂശിയിട്ടുണ്ടെന്നാണ്. തുടർന്ന് 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാമെന്ന ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് മഹസർ രേഖകളിൽ കാണുന്നത്. സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് വിശദമായി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിലപാട്. 1999 പരമ്പരാഗത രീതിയിലാണ് സ്വർണം പൊതിഞ്ഞതെങ്കിൽ അന്വേഷണം വേണം. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണി അനുമതി നൽകാൻ ബോർഡിനുണ്ടായ പ്രേരണ എന്തെന്നും ഹൈക്കോടതി ചോദിച്ചിരുന്നു. രണ്ടാമതൊരു സെറ്റ് ദ്വാരപാലകപ്പാളി സംബന്ധിച്ച വിവരം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു. സ്ട്രോങ് റൂമിലുള്ള സ്വർണ്ണപ്പാളികൾ പക്ഷേ ചീഫ് സെക്യൂരിറ്റി ഓഫീസർക്ക് കണ്ടെത്താനായില്ല. കുറഞ്ഞ ചെലവിൽ സ്വർണം വേർതിരിച്ചെടുക്കാൻ സ്ട്രോങ് റൂമിലെ പാളികൾ കൈമാറാൻ നിലവിലെ സ്പോൺസർ 2024 ദേവസ്വം ബോർഡിനെ ബന്ധപ്പെട്ടു. ഇത് സംബന്ധിച്ച ഇമെയിൽ വിവരങ്ങളും ഉണ്ട്. തുടങ്ങി ഗുരുതരമായ കണ്ടെത്തലുകൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഉണ്ടായിരുന്നു. 99 ദ്വാരപാലക പാളിയിൽ പൊതിഞ്ഞ സ്വർണത്തിന്റെ തൂക്കം, സ്പോൺസറുടെയും സ്വർണം പൊതിഞ്ഞ വിദഗ്ധന്റെയും വിവരങ്ങളുമാണ് ഇന്ന് പ്രധാനമായും ഹൈക്കോടതി പരിശോധിക്കുക. ജനം, കൊച്ചി.